ഹായ്, ഐ എം സിദ്ധാർത്ഥ്. ഞാൻ ഒരു ACCA ഫൈനലിസ്റ്റാണ്. ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ACCAയിലെ എക്സാം. AFM പേപ്പറാണ് ഞാൻ എഴുതുന്നത്. സോ ഐ തോട്ട് ഇന്നത്തെ ഡേ ഞാനൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. നമുക്ക് ജസ്റ്റ് ഈ 3 പേജ് ഒന്ന് വായിക്കണം. ഇത് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത നോട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ സ്റ്റഡി വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തേക്കാം. ഇന്നലെ ഞാൻ പ്രിപ്പയർ ചെയ്ത മിസ്റ്റേക്സ് ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എക്സാമിന് ഓരോ ആൻസേഴ്സൊക്കെ എഴുതുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ മിസ്റ്റേക്സ് തന്നെയാണ് അപ്പുറം വരുത്തുക. അപ്പോൾ ഓൾറെഡി നമുക്കത് അറിയുന്നതുകൊണ്ട് ഇന്ന കാര്യം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഫീൽ വരും. നിങ്ങൾ എന്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മിസ്റ്റേക്സ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാവും. എനിക്ക് എക്സാം സെൻ്ററായിട്ട് കിട്ടിയത് SSM പോളിയാണ്, തിരൂരുള്ളത്. ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തത് കോഴിക്കോടായിരുന്നു, പക്ഷേ അവിടുന്ന് മാറി തിരൂർ വരെ എത്തി. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പൊതുവേ എക്സാമിന് പോകുമ്പോൾ ആരെയും കൊണ്ടുപോകാറില്ല. മെയിൻ കാര്യം എന്താ വെച്ചാൽ എക്സാം 3 മണിക്കൂറാണല്ലോ. അപ്പോൾ അത്രയും ടൈം പുറത്ത് ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എക്സാം എവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോകും. എന്നിട്ട് എൻ്റെ സൗകര്യത്തിന് എക്സാം ഒക്കെ എഴുതി തിരിച്ചു വരും. എക്സാം എഴുതുന്ന ദിവസം നമ്മൾ നല്ല കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കണം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല പാട്ടുകളൊക്കെ കേൾക്കുക. അല്ലാതെ പോകുമ്പോൾ കൂടി ഇരുന്ന് വായിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇത്രയും കാലം പഠിക്കാത്ത എന്താണ് നമുക്കത് ഈ ഒരു പോകുന്ന സമയം നേടാനുള്ളത്? രാവിലെ എഴുന്നേറ്റ് റിവിഷൻ ചെയ്യുക, ആവശ്യത്തിന് നോട്ട്സൊക്കെ വായിക്കുക, എന്നിട്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. 1500 പെട്രോൾ, 1500. ഈ ഒരു പോക്കിന് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആർക്ക് കറക്റ്റായിട്ട് കിട്ടണേ നോക്കാമല്ലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാടാട്ടോ എൻ്റെ. നിങ്ങൾ ഈ വഴിയൊക്കെ അങ്ങനെ ഒരു ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കുക. നിലമ്പൂർ ഊട്ടി റോഡ് അങ്ങനെയൊക്കെ അടിച്ചു നോക്കിയാൽ മതി. നിലമ്പൂരിൽ നിന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇടക്കര വഴിക്കടവ് എന്നൊക്കെ അടിച്ചാൽ ഈ വഴി വരാം. നല്ല ഭംഗിയാണ്. നമ്മൾ ബൈക്കിലായാലും കാറിലായാലും. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇങ്ങനെ ഒരെണ്ണേ ഉള്ളൂ നാച്ചുറലായിട്ടുള്ളത്, റോഡ് കംപ്ലീറ്റ്ലി മേലിൽ നിന്ന് കവർ ചെയ്യുന്നത്. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് കടയിൽ കയറിയതാണ്. പക്ഷെ അവിടെ ഈ അപ്പവും ബീഫിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കാണ്ട് വീണു. അപ്പോൾ 2 അപ്പവും കഴിച്ചു, ഒരു ബീഫും കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കാറി കയറിയപ്പോഴാട്ടോ എൻ്റെ പാൻറ്റിൽ നിറച്ച് കറിയായി. അതെങ്ങനെ ആയത് എപ്പോഴായത് ഒരു ഐഡിയ ഇല്ല. ഏതായാലും ഇനിയിപ്പോൾ പാനിക്കായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തുടച്ച് പറ്റുന്ന പോലെയൊക്കെ വൃത്തിയാക്കി. ഈ ഒരു സംഭവം എൻ്റെ ദിവസം കൊളക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലൈക്ക് ഓൺ ദി അതർ ഹാൻഡ് ഇതിപ്പോൾ ഷർട്ടിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാലോചിച്ചപ്പോൾ ഒരു സമാധാനമായി. എന്നിട്ട് കുറച്ച് ദൂരം കൂടി ഇങ്ങനെ പോയപ്പോൾ തിരൂരെത്തി. കോളേജിൽ എത്തിയതിന് ശേഷം ഞാൻ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന പോലെ തന്നെ ഒരു ആപ്പിൾ ഇരുന്ന് കഴിച്ചു. ഈ ആപ്പിൾ കഴിക്കുന്ന ശീലം എൻ്റെ FRൻ്റെ ഫാക്കൽറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സാർ ഇങ്ങനെ എക്സാമുകൾക്കൊക്കെ പോകുമ്പോൾ ആപ്പിളൊക്കെ കഴിച്ചിട്ടാണ് പോകാറെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതേ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു. എല്ലാ എക്സാമിനും ആപ്പിൾ കഴിച്ചു പോയി. ഇതുവരെ ഒരു എക്സാം പോലും എന്നെ തോൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ഹോപ്പാണ്, ഒരു പ്രതീക്ഷയാണ്. അതിനപ്പുറം അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളൊക്കെ കഴിച്ച് എക്സാമിന് പോകുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഞാൻ ഒരു 8:25 ആയപ്പോൾ നമ്മുടെ എക്സാം ഹാളിലോട്ട് കയറി. പിന്നെ എക്സാം സെൻറ്ററിൽ പൊതുവേ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്നതൊന്നും ശരിയല്ലല്ലോ. അങ്ങനെ 12:30 ആയപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിലിരുന്നിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ലാസ്റ്റ് വരെ കാണാം കേട്ടോ. രാവിലെ വന്നപ്പോൾ കോളേജ് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. നല്ല കോളേജ് കേട്ടോ, നല്ല ഭംഗിയുള്ള ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൂടോടെ എക്സാമിൻ്റെ റിവ്യൂ പറയാം. എക്സാമിൻ്റെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളത് ചെയ്തു, അത് കഴിഞ്ഞു, ഒരു പ്രതീക്ഷയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം എല്ലാതും എഴുതിയിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റി എന്തായാലും വരും. മാക്സിമം പഠിച്ചു പോയിക്കോ എന്ന് പറഞ്ഞാൽ റിസ്ക്, ഐ മീൻ AFMൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഒരു ക്വസ്റ്റ്യൻ, അതും APVയിൽ ചെറിയൊരു സബ് ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ഈ ചെയ്ത് വരുമ്പോൾ അതിൽ ചെറിയൊരു സെക്ഷനായിട്ട് ഇൻട്രസ്റ്റിൻ്റെ സ്വാപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ റിസ്കിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ AFM ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ ചെയ്ത ആൾക്കാരാണെങ്കിൽ അറിയാം, അല്ലാതെ ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പോൾ ഒരു 30 സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് APVയും അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് സ്വാപ്പും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നത് ഡിവിഡൻഡ് കപ്പാസിറ്റി. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അത് 25 മാർക്കിനാണ് എനിക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. 3ഉം അത്യാവശ്യം തരക്കേടില്ലാതെ എഴുതിയിട്ടുണ്ട്.
പിന്നെ എനിക്ക് APV ഒക്കെ -2 മില്യൺ ഒക്കെയാണ് കിട്ടിയത്. അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത് തെറ്റാണ്. അതെനിക്കറിയാം എൻ്റെ ഡിപ്രിസിയേഷൻ തെറ്റാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് എൻ്റെ വാല്യൂ അത്രയും നെഗറ്റീവ് ആയത്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. കാരണം അവർ ലാസ്റ്റ് അതിനകത്തൊരു വേർഡിങ് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനൊരു ബാലൻസ് ഫിഗർ ഇട്ട് എനിക്ക് തോന്നിയൊരു ഫിഗർ ഇട്ടാണ് ചെയ്തു. ബാക്കി സ്റ്റെപ്സിന് അതിന് മാർക്ക് കിട്ടുമല്ലോ. പിന്നെ എക്സാം സെൻറ്ററിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് സംസാരിച്ചു. അതേപോലെ തന്നെ പഴയ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് പേര് വന്ന് സംസാരിക്കുന്നത്. മറ്റേതിങ്ങനെ കണ്ട് ചിരിക്കുന്നല്ലാതെ വന്ന് മിണ്ടാറില്ല. ആൾക്കാർക്ക് കൂടെ പോകുമ്പോൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും എക്സാമിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് എക്സാം റിസൾട്ട് വരുമ്പോൾ നോക്കാം. പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കടയിൽ കയറി നല്ല അടിപൊളി ഒരു മന്തി കഴിക്കണം. ഏതെങ്കിലും കടയിലല്ല, ഏറ്റവും ബെസ്റ്റ് കട ഏതാണെന്ന് ഞാനിപ്പോൾ ഇട്ട് നോക്കും. എന്നിട്ട് അങ്ങോട്ടായിരിക്കും പോവുക. ഓക്കെ, ഞാൻ കട ഇപ്പോൾ തന്നെ ഇരുന്ന് നോക്കി. നമുക്ക് മുക്കാണോ മോങ്ങാണോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഡെലീഷ്യ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഞാൻ എല്ലാ എക്സാം കഴിയുമ്പോൾ അവിടെ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റാറില്ല. ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും ഓടി പോയിട്ടും വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഡെലീഷ്യ പോകണം, അവിടുത്തെ എന്താണോ സ്പെഷ്യൽ അത് കഴിക്കണം. അപ്പോൾ എന്തായാലും നേരെ വണ്ടി വിടാം, നല്ല വിശപ്പ്. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഇത്രയധികം ACCA പിള്ളേർ എക്സാം എഴുതുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. കാരണം ആ ഒരു സ്ഥലത്ത് തന്നെ 3-4 എക്സാം ക്ലാസ് റൂംസ് ഉണ്ട്. ഇതുവരെയുള്ള എല്ലാ സെൻറ്ററിലും മാക്സിമം 2 എണ്ണമൊക്കെ, രണ്ട് ക്ലാസ്സിലൊക്കെ എക്സാം എഴുതാൻ ഞാൻ കണ്ടിട്ടുള്ളൂ. അതും ഇത്രയും പിള്ളേരും ഉണ്ടാവാറില്ല. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നേരെ പോയി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാണ്. അതെല്ലാ പേപ്പറിലും ഞാൻ ചെയ്യും. അപ്പോൾ ഈ ഡെലീഷ്യയുടെ കുറേ വീഡിയോസും കണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ പോകണമെന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹം. പിന്നെ ഇത്രയും ദൂരെ ആയതുകൊണ്ട് അങ്ങനെ പോകാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മന്തി കഴിക്കാനാണ് വന്നതെന്നുണ്ടെങ്കിലും അവർ മസ്റ്റ് ട്രൈ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അവരുടെ ചുട്ട ബീഫ് ബിരിയാണിയും അതേപോലെ തന്നെ ഒരു ലൈമുമാണ് കഴിച്ചത്. രണ്ടിനും കൂടി 320 രൂപയാണ് ആയത്. അങ്ങനെ ഭയങ്കര കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കട കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി, നമ്മുടെ കയ്യിൽ നിൽക്കുമോ ഇല്ലേന്ന്. പിന്നെ എന്തേലും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കയറിയതാണ്. ഇന്നത്തെ ദിവസം ഞാനങ്ങനെ പൈസ നോക്കാറില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം, കുറച്ച് നേരം കിടന്നുറങ്ങണം. പിന്നെ രാത്രി ഒരു സിനിമയ്ക്ക് പോകണം. ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഹിറ്റായത്, ഏതാ ഞാൻ മറന്നുപോയി. അപ്പോൾ ഏതായാലും അതിന് പോകണം. ഇനി ഞാൻ അധികം വ്ളോഗ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം എൻ്റെ ഫോണിൽ ചാർജ് 10% ഉള്ളൂ. എനിക്കാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ മാപ്പില്ലാതെ വഴി പോലും അറിയില്ല. ഇതിനുള്ളിൽ കാറിലാണെങ്കിൽ ചാർജറും ഇല്ല. അപ്പോൾ അത്രയുള്ള ദിവസം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.